This is for you. Oh, എനിക്കാണോ? Yes. This is special for you. Baby, thank you. That's why I love you. Hey everyone, let's enjoy. Hey. Yeah. Come on. Enjoy, guys. Come on, baby. Baby, bye for today. I'll drop you. No thanks. I'm okay, baby. I'm okay. Don't drive, okay? ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്തോളാം. Hey, എന്റെ പേരെന്താ? എന്റെ എന്റെ പേര് പ്രിയന്തി. ഇനി ഒരു തവണയും കൂടി നീ എന്റെ പേര് മറന്നാലുണ്ടല്ലോ അത്ര തന്നെ. ഇവിടെ നോക്കേ, മീര എനിക്ക് വേണ്ടി പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യാ. ബൈ ബേബ്, സീ യു ടുമോറോ. നാളെ കാണാട്ടോ. Bye. Bye. ബൈ. എല്ലാവർക്കും ബൈ. അതെ ഓ ഓ ഓ ആ അനിയ നിക്ക്. ആ ശരി ശരി, പോ പോ പോ. ഇതൊക്കെ എപ്പോഴും നടക്കുന്നതാ സാറേ. ഇത് അങ്ങോട്ട് കണ്ടില്ലേ? അതെ ഓപ്പൺ ദ ഡോർ. എന്തിനാ എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയേക്കുന്നേ? ഇതാ ഞങ്ങളുടെ ഡ്യൂട്ടി. ഡ്യൂട്ടി. എന്റെ കാർ നമ്പർ നീ ശ്രദ്ധിച്ചോ ഇല്ലയോ? അയ്യോ സോറി മാഡം, നിങ്ങളുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാം. നിയമം പാലിക്കേണ്ടത് ഇവർക്ക് അറിയില്ലേ? Rubbish. That's why I hate all the police. How dare you to hate the police? സാറേ കുറച്ച് കൺട്രോൾ ചെയ്യ് സാറേ. അവളൊന്ന് പോയിക്കോട്ടെ സാറേ. Are you nonsense? സാറേ അവര് നമ്മുടെ സ്റ്റേഷന്റെ ഓസിയുടെ ഒറ്റ മകളാ സാറേ. അപ്പൊ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. സാറേ Don't touch me. Leave me. നീ ഓസി സാറിന്റെ മോളാണോ? നിന്റെ കളി കൂടുന്നുണ്ടല്ലോ. നീയാണോ ഞാനാണെന്ന് നോക്കാം. സാറേ പറഞ്ഞ കേക്ക്, അവളെ വിട്ടേക്ക് സാറേ. ഏയ്, കാർ സ്റ്റേഷനിലേക്ക് എടുത്തിട്ട് വാ. എന്നെ വിടാനല്ലേ പറഞ്ഞേ? വിട്. അസ്സലാമലൈക്കും സാറേ. സാറേ MC മേഡത്തിന് സാറ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സാറേ. എന്താ സാറേ? എന്നെന്തിനാ ഇവിടെ ഇരുത്തിയേക്കുന്നേ? മേഡം ചായ കുടിക്കും മേഡം. ചായ. നോ താങ്ക്സ്. എന്ത് സാധാരണ വെള്ളം ഒന്നും കുടിക്കുന്ന പെണ്ണല്ല ഞാൻ. മേഡം പോലീസ് സ്റ്റേഷനിൽ പച്ചവെള്ളം പോലും കിട്ടൂല, പിന്നെ ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? സോറി മേഡം. All are just rubbish. ഇനി ഞാൻ എത്ര നേരം ഈ സ്ഥലത്ത് ഇരിക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല. സർ, എന്തായി ദുർജായ്?
എന്തിനാ ഇപ്പൊ പ്രിയന്തി സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ട് വന്നേ? സർ, കള്ളു കുടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചു സർ. സർ, പ്രിയന്തി സൂസൈഡ് ചെയ്യാൻ നോക്കി സർ. ഒരു പോലീസുകാരനായിട്ടാണ് ഞാൻ എന്റെ ഡ്യൂട്ടി നോക്കിയത്. പ്രിയന്തി എന്റെ മോളാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? നിങ്ങളുടെ മോളാന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൂട്ടി വന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ തന്നെ ഞാൻ അടിച്ച് കൊന്നേനെ, തീർച്ചയായും. നോൺസെൻസ്. സർ, സർ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉള്ള പോലീസ് ഓഫീസറാ. നിങ്ങളുടെ മോള് നിയമം ലംഘിച്ചതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ സർ. നീ ഒന്നും പറയണ്ട. പ്രിയന്തി എനിക്ക് പറഞ്ഞു. സർ, മേഡം യു, അതായത് നീ, പിന്നെ ഞാൻ. ഈ മിനിറ്റ് മുതൽ നമ്മൾ രണ്ടുപേരും ശത്രുക്കളാ. കളി നമുക്ക് തുടങ്ങിയാലോ സബ് ഇൻസ്പെക്ടർ ദുർജോയ്? കളി നമുക്ക് തുടങ്ങിയാലോ? പക്ഷെ പ്രിയന്തിക്ക് അറിയത്തില്ല. എന്റെ കളി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സി യു സൂൺ, മൈ സീറ്റ് എതിരാളി. നിക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മീര, നീ മുള്ളിക്കല്ലേ? ഞാൻ ഒരുപാട് പേടിച്ചു പോയി അച്ഛാ. എന്താന്ന് പെട്ടെന്ന് പറയേ. നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? നീ നിന്റെ പാട്ടിന് പറയാതെ ഓരോ സ്ഥലത്തേക്ക് പോകും. ഞാൻ തെരഞ്ഞോണ്ട് തേരെ പര അലയണം. ഇനിയെങ്കിലും ഈ പാർട്ടിയും പാട്ടും കൂത്തൊക്കെ നിർത്തിയാൽ നിനക്ക് കൊള്ളാം. അതെ, ഞാൻ പോവും. പറ്റില്ല. ഇനി നിന്റെ ഇഷ്ടത്തിന് എങ്ങോട്ടും പോവാൻ പാടില്ല. നീ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച പെണ്ണല്ലേ? ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ഇനി മേലാൽ നീ ഇതൊന്നും ആവർത്തിക്കാൻ പാടില്ല. ഇല്ല ഇല്ല ഇല്ലച്ചാ, നമ്മൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല. അതാരും കേൾക്കില്ല, ഒരിക്കലും കേൾക്കില്ല. കുഞ്ഞു പ്രായത്തിലിருந்து ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ വാങ്ങിത്തരുമായിരുന്നു. ഞാൻ എന്തിനാ എല്ലാ ഗേൾസിന്റെ കൂടെ നടക്കുന്നേ? ഞാൻ എല്ലാവരുടെ കൂടെയും പാർട്ടിക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? എന്തെന്നാൽ അവരെല്ലാം നിങ്ങളെക്കാളും പിന്നെ ഈ പോലീസിനെക്കാളും എല്ലാം സോ മച്ച് പവർഫുൾ ആണ്. ഡോണ്ട് കോൾ മീ പ്രിയ. എന്നെ പ്രിയ എന്ന് വിളിക്കാൻ വേണ്ടി അവകാശമുള്ള ഒരേ ഒരാൾ മാത്രം ഈ ലോകത്തുള്ളത് എന്റെ അമ്മയ്ക്ക് മാത്രമാണ്. അവർ നിങ്ങളെ കാരണമാണ് മരിച്ചു പോയത്. നിങ്ങളെ പോലത്തെ ഒരു ഭർത്താവിനെ കാരണം നിങ്ങൾ പോലീസ് ഓഫീസറായിട്ട് എന്റെ അമ്മയുടെ മേലെ കൈവച്ചെന്ന് വെച്ചാ നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രമല്ലേ നോക്കിയത്? അങ്ങനെയല്ലേ ചെയ്തത്? നിങ്ങൾ ടെനൻസിന്റെ കൂടെ കോംപ്രമൈസ് ആയി വെച്ചാ. ഞാൻ എപ്പോഴും നിങ്ങളെ കൂടെ എന്താ ഉള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഇപ്പോഴും നിങ്ങൾ പോലീസ് ഓഫീസറായിട്ടാ ഇരിക്കുന്നേ. ഞാൻ നിങ്ങളെ എല്ലായിടത്തും ഇൻസൾട്ട് ചെയ്തോണ്ട് തന്നെയാ ഇരിക്കുന്നേ. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തോണ്ടേ ഇരിക്കേണ്ടി വരും. എവ്രി സിംഗിൾ സെക്കൻഡ് നിങ്ങൾ നാണം കെടും, അപമാനപ്പെടും. അങ്ങനെ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ആക്കും. ഞാൻ എങ്ങനെയാണ് വേദനിച്ചത് അതുപോലെ ഞാൻ നിങ്ങളെ ആക്കും. പ്രിയന്തി, പ്രിയന്തി, നീ എന്നെ മനസ്സിലാക്കിയില്ല പ്രിയന്തി. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടിയാ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കെഞ്ചി പറയുന്നത്.